നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂർ നഗരസഭയുടെ മാനവം സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി അരങ്ങ് കുടുംബശ്രീ കലോത്സവം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം നിഹാരിക മോഹൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ മത്സര പരിപാടികൾ നടന്നു. പിന്നെ ഒരു പരിപാടിയാകുമ്പോൾ നമുക്കറിയാലോ, 10 മണി എന്ന് പറഞ്ഞാൽ 10:30 നമ്മളെല്ലാവരും കണക്കൂട്ടും. 10:30 ആവും, 10:11 മണിയാവും തുടങ്ങാൻ. അല്ലെങ്കിൽ നമുക്കൊരു തോന്നൽ വരും, ആദ്യം ഒരു പ്രസംഗവും അങ്ങനത്തെ ഒരു ചടങ്ങല്ലേ, അതങ്ങ് കഴിഞ്ഞു പോട്ടെ എന്നിട്ട് പോവാലോ എന്ന്. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പ്രസംഗത്തിനല്ല ഇന്നത്തെ ഇവിടുത്തെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു അതിഥി അല്ലെ ഒരു താരം എന്ന് പറയുന്നത് ഞാനല്ല. ഇന്നിവിടെ പരിപാടിക്ക് പങ്കെടുക്കാൻ എത്തിയ ഓരോ കുടുംബശ്രീ പ്രവർത്തകർ തന്നെയാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സ്കൂൾ കലോത്സവമൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മുതിർന്ന ആളുകളുടെ, അതായത് കുടുംബശ്രീ പ്രവർത്തകരുടെ ഒരു പരിപാടിയുടെ മറ്റു പരിപാടിയിൽ ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഒരു കലോത്സവത്തിന്റെ ഭാഗമാവുന്നത് ആദ്യമായിട്ടാണ്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു മത്സരം എന്നൊക്കെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ ഞാനും സ്കൂൾ കലോത്സവത്തിലൂടെ വന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങളൊരു കുട്ടികളുടെ ലെവലിലുള്ള മത്സരങ്ങൾ കണ്ടിട്ടുള്ളൂ. അത് മുതിർന്ന ആളുകളിലേക്ക് എത്തും എങ്ങനെയായിരിക്കും എന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ട്. എനിക്ക് തോന്നുന്ന അധികം ആളുകളും ഇതൊരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ആ ഒരു സ്പിരിറ്റ്, മത്സരം എന്നുള്ളത് എന്തായാലും നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അതിൽ കൂടുതലായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാനവം സാംസ്കാരികോത്സവത്തിന്റെ 2ാം ദിനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരുടെ തിരുവാതിര, ഒപ്പന, ശാസ്ത്രീയ നൃത്തം തുടങ്ങിയ വിവിധ മത്സര പരിപാടികളാണ് നടന്നത്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ്, ഡോക്ടർ സുചിത്ര സുധീർ എന്നിവർ മുഖ്യാതിഥിയായി. പി ശ്രീനാഥ്, എ മധു, പി അനിത, പി രാഘവൻ, കെ അഭിമന്യു, വി എൻ മുഹമ്മദ്, ഒ കെ സ്നേഹ, ശ്രീലത, ഷാഹിന സത്യൻ, എം കവിത, പി രേഖ, വിജീഷ് എന്നിവർ സംസാരിച്ചു. മാനവം സാംസ്കാരികോത്സവം ഈ മാസം 28-ന് സമാപിക്കും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.